ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. പിന്നെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നാളെ ഡേറ്റ് 25 മെയ് 2026. ഓക്കെ, നാളത്തേക്കുള്ളൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ്. ഇപ്പോൾ നാളെ മൺഡേ ആണ്. ഓൾറെഡി ഇന്ന് ഫ്രൈഡേ കഴിഞ്ഞിട്ട് 2 ദിവസം ഹോളിഡേ ഗ്യാപ്പിലൊരു ദിവസമാണ്. അപ്പോൾ ഫ്രൈഡേ ഒരു സിറ്റുവേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല പോസിറ്റീവായിരുന്നു. ഓൾമോസ്റ്റ് നല്ല സ്ട്രെങ്തി മൂവ്മെൻ്റ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പോസിറ്റിവിറ്റിക്ക് ശേഷം, അതായത് ഇത്രയും പോസിറ്റീവ് മാർക്കറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ ഒരു 54,000 ഡയറക്റ്റ് ബ്രേക്ക് നടന്ന് മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്ത് മാർക്കറ്റ് ഓൾമോസ്റ്റ് റീടെസ്റ്റോട് കൂടിയിട്ടാണ്. അതായത് നോക്കിയാൽ മനസ്സിലായി, ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റിൽ ബയർ വരാൻ പാർട്ടിസിപ്പേഷൻ നടത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പരിധിയിലേറെ റീടെസ്റ്റ് എടുത്ത് ഓൾമോസ്റ്റ് അവർ SL എക്സിറ്റ് ചെയ്യിപ്പിച്ച്. ആൻഡ് ആൾസോ എന്തുകൊണ്ട് SL എക്സിറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ബയേഴ്സ് കുറവായിരിക്കും എന്ന് പറയാൻ കാരണം, ഫ്രൈഡേക്ക് ശേഷം 2 ദിവസം ഹോളിഡേയും കൂടിയും വരുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ. അപ്പം ആ ഒരു സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് അങ്ങനെ ചാൻസ് ഉണ്ട്. ഈവൻ ബയർ ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി 54,000 ബിലോ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ മാത്രം മാർക്കറ്റിൽ നമുക്ക് നോക്കിയാൽ മതി. എന്നിരുന്നാലും ഈവൻ ഗ്യാപ് ഡൗണിൽ വരെ നമുക്ക് ബൈയിങ് ചാൻസസ് ആണ്. കാരണം നമുക്കൊരു ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, മാർക്കറ്റിൽ അത്രയ്ക്കും പോസിറ്റീവാണ് ചാർട്ട്, നല്ല സ്ട്രെങ്തി പോസിറ്റീവാണ് മാർക്കറ്റ്. പ്രത്യേകിച്ച് മാർക്കറ്റ് നമുക്ക് 2 ഡേയ്സ് ഹോളിഡേയും കൂടി വന്നു. അപ്പോൾ മാർക്കറ്റ് ഒരു നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് ഇല്ലാത്ത പക്ഷം മാർക്കറ്റിൽ ബയർ ഹോൾഡ് ചെയ്യാൻ ചാൻസസ് കുറവായിരിക്കും. അതായത് ഇപ്പോൾ 2 ഇൻഡെക്സ് നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്നത് നിഫ്റ്റിയും സെൻസസും നോക്കിയാൽ മനസ്സിലാവും. ഇവരിലും വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടായിട്ടില്ല. ബട്ട് എന്നാലോ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇവർ നല്ലൊരു റീട്രേസ്മെൻ്റ് ആണ്. അതായത് ഇവരിലായാലും മാർക്കറ്റിൽ ഒരു ബയർ വന്നിട്ടുണ്ടാവുക ഈ ഒരു ലെവൽ ബ്രേക്ക് ഡേ ക്യാൻഡിൽ ഓപ്പണിംഗ് ബ്രേക്ക് ഔട്ടിന് ശേഷം ബയർ വന്നിട്ടുണ്ട്. ആ ബയർ മാർക്കറ്റ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, റീട്രേസ്മെൻറ്റിൽ കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ഡേയ്സ് ഹോൾഡേയും കൂടി ഉണ്ടാകുമ്പോൾ മാർക്കറ്റിൽ ബയർ ഇങ്ങനത്തെ റീട്രേസ്മെൻറ്റ് വരുമ്പം ഹോൾഡ് ചെയ്തിരിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ടെക്നിക്കലി ബയർ SL അവൈലബിൾ ഇല്ല. അപ്പം ഈ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റിവിറ്റി ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ആൾസോ മാർക്കറ്റിലൊരു വാറിൻ്റെ സിറ്റുവേഷനിൽ ഒരു പോസിറ്റീവ് ന്യൂസ് ഓൾറെഡി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് മേ ബി മാർക്കറ്റിന് നല്ല ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരും. അപ്പോൾ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓർ സംതിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കും. ബൈയിങ് ആയിരിക്കും മാക്സിമം ചാൻസ്. ബട്ട് ട്രേഡിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി നല്ല ഷോർട്ട് കവറിങ്ങിലുള്ളൊരു ഹൈലി ചാൻസസും ഉണ്ട്. നമുക്ക് അടുത്ത വീക്കിൽ കുറച്ച് റിസ്കി ഡേയ്സ് ഉണ്ട്. അതായത് ട്യൂസ്ഡേയും വെഡ്നസ്ഡേയും നമുക്ക് മന്ത്ലി എക്സ്പയറി ആണ്, നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും. അപ്പോൾ മൺഡേ നാളത്തെ ദിവസം നോർമൽ ഡേ ആണ്. സോ മേ ബി നാളത്തേക്കുള്ള മന്ത്ലി, അതായത് അടുത്ത വീക്കിന് മന്ത്ലി എക്സ്പയറിൻ്റെ മൊമെൻറ്റ് മേ ബി ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി മാർക്കറ്റിൽ ഒരു ഹൈലി ഷോർട്ട് കവറിങ് ആയിരിക്കാം. അതാണ് കണ്ടീഷൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിലൊരു ബൈയിങ് സിറ്റുവേഷനാണ് ഈ ഒരു കണ്ടീഷനും പ്രൈസ് ആക്ഷനും നമ്മൾ റീഡ് ചെയ്തെന്ന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ സെൻസെക്സിലായാലും മാർക്കറ്റിൽ ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ്, മാർക്കറ്റിൽ ബൈയിങ് സെറ്റപ്പാണ്. ഈവൻ ഗ്യാപ് ഡൗണും ബൈയിങ് തന്നെയാണ്. മാർക്കറ്റിൽ ഒരു പെർഫെക്റ്റ് റിക്കവറി വരികയാണെന്നുണ്ടെങ്കിൽ ബൈയിങ് ചാൻസ് ആണ്. ബട്ട് സിറ്റുവേഷനും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിലൊരു പക്ക ഷാർപ്പ് റിക്കവറി മാർക്കറ്റിൽ ഉണ്ടാകാൻ ചാൻസസ് ആണ്. മേ ബി ഓപ്പണിംഗ് കുറച്ചും കൂടി ഹ്യൂജ് ആകാൻ ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ ഹ്യൂജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാം, അതാണ് നമ്മുടെ റൂള്. ആൻഡ് അതായത് കംപ്ലീറ്റ്ലി ഒരു ബൈയിങ് സിനാരിയോ ആണ് കാണുന്നത്. മാർക്കറ്റിൽ ഹ്യൂജ് ഗ്യാപ്പ് കിട്ടുമ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ട് ട്രേഡ് എടുക്കണം. എന്നാലും നമുക്ക് മാർക്കറ്റിൽ നല്ല ട്രേഡ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നൊരു പ്ലാന്. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് നിഫ്റ്റിയിലും. അതുപോലെ തന്നെ നിഫ്റ്റി ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ബൈയിങ് സെറ്റപ്പാണ്. ഈവൻ ഗ്യാപ് ഡൗണും ബൈയിങ് തന്നെയാണ്. ആൻഡ് സെയിം ആസ് ബാങ്ക് നിഫ്റ്റിയിലും സെയിം കണ്ടീഷനാണ്. ബാങ്ക് നിഫ്റ്റി ഒന്നും കൂടി പോസിറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാം. ഈവൻ ഗ്യാപ് ഡൗണും ബൈയിങ് തന്നെയാണ്. ഓക്കെ, സോ അതാണ് നാളത്തേക്കുള്ളൊരു അനാലിസിസ്. സോ സീ യു ഗൈസ് ടുമാറോ. ബൈ.